അതുകൊണ്ട് ഇനി ഉമ്മേനെ എടുക്കേണ്ടി വരും വീട്ടിലത്തെ പണികൾ മുഴുവനും. അല്ല ഇപ്പം എന്താ ചെയ്യുക? ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തിനായിട്ട് ഇപ്പോൾ ആരും കിട്ടൂലല്ലോ. ഈ അടുപ്പത്തില്ല പണികളൊക്കെ ചെയ്തിട്ട് നിന്നെ കൊണ്ട് നീച്ചെടുക്കാൻ വെച്ചാൽ മോൾട്ടി. പിന്നെ എങ്ങനെയാണ് ഉമ്മ ഈ തിരുമ്പലൊക്കെ എടുക്കല്? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പറയുന്ന താത്താൻ എങ്ങനെ തന്നെ കൊണ്ടുവരും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീട് കൂട്ടിക്കാണ്ട് എൻ്റെ വീട്ടിലേക്ക് ഞാൻ എൻ്റെ ഉമ്മാനെയും കൊണ്ട് പോവുകയാണ്. ആ രണ്ടൊരു ഓപ്ഷൻ തന്നെ ഉള്ളൂ എൻ്റെ മുന്നിൽ. അതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ ചെയ്യാം. എന്താ വേണ്ടത്? താത്താനെ കൊണ്ട് കൂട്ടിയിട്ട് വരണം. അതൊന്നും വേണ്ട, ഓരോട് വരാനൊന്നും പറയണ്ട. പിന്നെ ചുമ്മി പോവാം അതിലൊക്കെ പൂട്ടി പോയാൽ ഞാൻ പിന്നെന്താ കാട്ടുക? ആരെക്കൊണ്ട് വയ്ക്കോ? അതിനൊന്നും പറയേണ്ടതാണ്. പിടിച്ചോളി. ആയിക്കോട്ടെ മോളെ. ആ പണിക്ക് വരുന്ന പെണ്ണ് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ എന്തിനാണ് ഇജ അമ്മാനോട് പോയിങ്ങാണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ശേലമംഗളം ഉണ്ടാകുന്നതാണ്. ഞാൻ ഒരു പാഠം പഠിച്ചണം, ഉമ്മാനൊരു പാഠം പഠിപ്പിക്കണം. അത്രേ ഉള്ളൂ എൻ്റെ മനസ്സിൽ. ഞാൻ അതിനെങ്ങനെയൊക്കെയും കാട്ടുമ്പോൾ എന്തെങ്കിലും നല്ലൊരു കാര്യം ഇല്ലാതെ അതിൻ്റെ പിന്നിൽ ഞാനിങ്ങനെ കാട്ടില്ല എന്നല്ലേ ഞങ്ങൾക്ക് അറിയില്ലേ? അറിയണ പോലെ തന്നെ ആയിക്കോട്ടെ. താത്ത എന്തൊക്കെ ഇപ്പം ഈ കാണണേ? എന്തപ്പോ നിങ്ങൾക്ക് പണി? അതൊന്നും പറയണ്ട എൻ്റെ സൈനബാ. എന്തോ ഓക്കെന്താ കുഴപ്പം? ഓളതും ഉമ്മാൻ്റെ ഒക്കെ തോക്കണം തിരുമ്പിയാൽ പോരെ. എനിക്കറിയില്ല എൻ്റെ ആങ്ങളുടെ പെണ്ണുങ്ങളൊക്കെ കാര്യം. സീന ഉണ്ടായപ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു സുഖേനിയാത്ത. ജാസീന പോയോട് കൂടി കഴിഞ്ഞു. ഞാൻ നോക്കിയാ ജാസീന ഇവിടെ ഉണ്ടായപ്പോൾ ചോള വില മനസ്സിലായിട്ടില്ലേ? പോളെ ഞാൻ തന്നെയാണ് അടി പറഞ്ഞു വിട്ടത്. എല്ലാം എൻ്റെ തെറ്റ് തന്നെയാണ്. കേറി വരി. ഇമ്മ എന്തൊരവസ്ഥയാണ് ഉമ്മ. കേറി വരി. എന്നാലും നിങ്ങൾ വന്നല്ലോ നീ കുട്ടികളെയും കാണാൻ. അസീന ഉമ്മാൻ്റെ കുട്ടിമാരോട് പോക്കണം. ഉമ്മ കുറേ തെറ്റ് ചെയ്തിക്കണം ഉമ്മാൻ്റെ കുട്ടീനോട്. അതിനൊക്കെ ഞാൻ അനുഭവിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. മഹാണ്ടമ്മ എന്തെങ്കിലും ഒന്നും സാരമില്ല. എനിക്ക് അതൊന്നും ഒരു കുഴപ്പമില്ല. നിങ്ങൾ എന്താ പറ്റയിക്കണ്? ഉൾട്ടിയോളം ഇല്ലാത്ത നേരത്ത് ഇമ്മ അവിടുന്ന് വേഗം കഴിച്ചില്ലായതാണ്. ഓളടിയിൽ വെച്ചിപ്പോൾ എങ്ങനെയാലും ഒന്ന് കഴിച്ചില്ലായാൽ മതി നായിച്ചുമ്മാരെ കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ. ഇരിക്കി, നിങ്ങള് നിന്ന് വർത്താനം പറയണ്ട. ഇരിക്കി. പിന്നെ കസേലൊക്കെ പൊട്ടിക്കണുമ്മ. ആ കയ്യത്ത് അങ്ങോട്ട് തരി. അല്ല ഉമ്മാക്കിപ്പോൾ പൊട്ടിയതാണെങ്കിലും കുഴപ്പമില്ല. ഉമ്മാക്കിപ്പോൾ ഒന്ന് തിരക്കേടില്ലാതെ ഒന്ന് മരിച്ചോളം ജീവിച്ചാൽ മതി നയിക്കണം. ഇമ്മ നിങ്ങൾ എന്തിനാ ഈ കരയണത്? നിങ്ങൾ കരയില്ലേ? എനിക്കൊരു കുഴപ്പമില്ലമ്മ. എനിക്ക് ഭയങ്കര സന്തോഷമാണ് നിങ്ങളിപ്പോൾ എൻ്റെ അടുത്തൊക്കെ വന്നല്ലോ. മോൾട്ടിനപ്പം ഉമ്മക്ക് കാണുന്ന എന്നെ പേടിയാണ്. ഓളമ്മയില്ലാത്തതൊക്കെ നോക്കിങ്ങാണ്ട് അയിൽമ തോരട്ടൊരു മാക്സി എടുത്തുങ്ങാണ്ട് ഉമ്മ തുണിയും കുപ്പായും കൂടി മാറ്റാതെ പാഞ്ഞു പോന്നതാണ്. വേഗം ഒന്നുങ്ങാണ്ട് അയലോക്കാരൊക്കെ നോക്കി പാരി കണ്ടില്ല. അപ്പൊ വേഗം പോന്നുങ്ങാണ്ട് ഓട്ടോറിക്ഷയിൽ കയറി. പിന്നെ ഇപ്പൊ നിങ്ങൾ ഇവിടെയാണ് താമസിച്ചതെന്ന് സുബൈദ പറഞ്ഞുങ്ങാണ്ട് അറിഞ്ഞ് ഞാൻ. അപ്പൊ പോന്നതാണ് ഉമ്മാൻ്റെ കുട്ടിയുടെ കാട്ടീന് കുറേ അനുഭവിച്ചിരിക്കണം. ഇരിക്കാൻ പോലും വെക്കണില്ല. അപ്പൊ ഉമ്മാക്ക് ഈ ഒരു ഭാഗം ഫുള്ള് വേദന. ഉമ്മാൻ്റെ കുട്ടിയെ കാട്ടീനൊക്കെ ഉമ്മാക്ക് പുറത്തായിരുന്നു. മാണ്ടാത്തത് ആലോചിച്ചങ്ങാണ്ട് ഇറങ്ങാറാണ്ട. എനിക്കൊരു കുഴപ്പമില്ല. എൻ്റെ മനസ്സിലൊന്നുമില്ലമ്മ. എനിക്ക് നിങ്ങൾ വന്നതിന് സന്തോഷം മാത്രമേ ഉള്ളൂ. ഇജ്ജ് കാര്യമെടുത്ത് ഉമ്മാക്കിപ്പോൾ രാവിലെ നീച്ചാൽ കടക്കപ്പായി കണ്ടെത്തോളൊരു ഒഴിവില്ല. നിങ്ങൾക്ക് ഇത്ര ഇറങ്ങാറുണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് പറയണ്ടേ? ഞാൻ വരൂലേ നിങ്ങളെ കൊണ്ടുവരാൻ?
ഇത്രയും ഗതിയിട്ടൊക്കെ നിങ്ങൾ അവിടെ നിൽക്കണ്ടേനിയോ? ഒന്ന് കടന്നാ മതി, കാല് നിർത്തിങ്ങാണ്ട്. അത്രേ ഉള്ളൂ ഉപ്പച്ചി. നോക്കട്ടെ, നല്ല പനിക്കുണ്ടുമ്മ. എന്താ ഇപ്പൊ ഇങ്ങനെ ഈ പനിയായിട്ട് നിങ്ങൾ ആശുപത്രിക്ക് പോകാഞ്ഞ്? വരി, നമ്മളവിടെ കിടക്കുക. ചായ എടുക്കട്ടെ? ഒന്നും മാണ്ടൊക്കെ ഇപ്പൊ അമ്മക്കൊന്നും മാണ്ട. ഒന്ന് കടന്നാ മതി. ആ എന്നാ കുറച്ചായിട്ട് കുടിച്ചെന്നാ വരി. ആ കടക്കാട്ടെന്നാ കുറച്ചു നേരം. പഠിച്ചോനെ, വല്ലാത്തൊരവസ്ഥയാണല്ലത്. മോൾട്ടിപ്പം എന്തേ ഇങ്ങനെ കാട്ടിയത്? എന്നാ നീച്ചിമ്മ, ഞാൻ പൊടിച്ച അങ്ങോട്ട് കിടക്കുക നമ്മള്. ഇതമ്മ അത് പൊയച്ചോള്. ആ പുതപ്പൊക്കെ അമ്മ പൊയച്ചോണ്ടേ. അമ്മ പൊയച്ചോണ്ട് കുട്ടിയെ. ഉമ്മ ആശുപത്രി പോയി നോക്കമ്മ. ഞമ്മള് ആശുപത്രിക്കൊന്ന് പോണ്ട കുട്ടിയെ. അല്ല ഷെരീഫ് ഇവിടെ? ഷെരീഫക്ക് ഒന്നും വേണ്ട, ഞമ്മള് രണ്ടാളും പോയി നോക്കമ്മ ആശുപത്രിക്ക്. അത് കുറച്ചേരം ഇങ്ങനെ കടന്നാ മാറും. ആശുപത്രിക്കൊന്നും ഇന്ന് പോണ്ട. ഷെരീഫക്ക് ഇവിടെ അല്ലമ്മ, ചിലപ്പോ ഒന്ന് രാത്രി വരാ പറഞ്ഞിക്കണ്. കുട്ടികളൊക്കെ എന്തേ ഇമ്മ ചോദിച്ചാ മറന്ന്? കുട്ടികളമ്മ ചെറിയറ്റങ്ങൾ രണ്ടാളും പുറത്തു കൂടെ കളിച്ചിട്ടുണ്ട്. മറ്റോളാക്കണ അവിടെ ചിത്രം വരച്ച് കുത്തിർക്കാണ്. എന്നാ പിന്നെ ഞമ്മക്കൊന്ന് ആവി പിടിച്ചോക്കാം. എന്നാ കുറവില്ലെങ്കിൽ നാളെ പോകലേ. പിന്നെ അമ്മ ഇത്ര സൗകര്യങ്ങളൊക്കെ ഉള്ളൂട്ടമ്മ ഈ പെരയില്. ഈ ഒരു കട്ടില് പിന്നെ ഉമ്മ കുടിയിന്ന് കൊണ്ടുവന്നാണ്. അതുകൊണ്ട് പൊതിമ അങ്ങനെ കിടക്കാം. എന്നാലും ഞമ്മളെ കുടിയത്തെ കട്ടിലിന്റെ മാതിരി ഒന്നും അല്ല അമ്മ. അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പൊട്ടി പൊളിഞ്ഞ മാതിരിയൊക്കെ ഉണ്ട്. എന്നാലും ഉമ്മാരെ കുട്ടീനെ ഷെരീഫിനെ നല്ലോണം കാട്ടിക്കണ്. പഠിച്ചു വെച്ച് പുറത്ത് തരുമോന്ന് അറിയില്ല. പഠിച്ചാത്തീൻ്റെ പേരിലും 5 ഉറുപ്പ്യ പെരേക്ക് തരുന്നില്ല എന്നും പറഞ്ഞങ്ങാണ്ട് ഉമ്മ കുറേ ഗതി എടുത്തിക്കണം. ഉമ്മാൻ്റെ കുട്ടികളെ രണ്ടാളെ ഉമ്മാനോട് പുറത്ത് തരണം ഉമ്മാൻ്റെ കുട്ടി. ഇമ്മ ഇനി നിർത്തിക്കളിമ്മ, ആ വർത്താനങ്ങൾ പറയണ്ട. മോൾട്ടീന്ന് കേൾക്കണന്നെ അമ്മക്ക് ഇപ്പൊ പേടിയാണ്. പിന്നെ പൊന്നൂനമ്മ വിളിച്ചീനി. ഓളോട് ഞാൻ പറഞ്ഞു ഇമ്മാനെ നോക്കാൻ ഒരാഴ്ച അങ്ങോട്ട് പാടിയെന്ന്. ഓള് 4 ദിവസമൊക്കെ നിന്നപ്പോത്തിന് ഓക്ക് മോൾട്ടിൻ്റെ ഒന്നും പറ്റണില്ല ഇറങ്ങാണ്ട് ഓള് പോയി. പിന്നെ ഓള് വേറൊരു പെരയിലല്ലേ, ഓള് മാപ്പിളി അയച്ചിട്ട് മാണ്ടേ. ഓനാണെങ്കിൽ പണ്ടക്കും മണ്ടേ ഇവിടെ വന്ന് കുറേ ദിവസം നിൽക്കണം. ഓന് പറ്റൂലല്ലോ. എല്ലാം കൊണ്ട് ഉമ്മ അങ്ങോട്ട് പഠിച്ച് ഉമ്മാന് കുട്ടി ഉമ്മാക്ക് പുറത്ത് തരണം ചൈനുള്ളൂ പറയാൻ. എന്നാലും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നല്ലോ, എനിക്കത് മതി. നിങ്ങൾ ഇനി ഇവിടെ നിന്നോളി, ഞാൻ പൊന്നു പോലെ നോക്കൂ നിങ്ങളെ. നമുക്ക് ഇവിടെ നിൽക്കാം. പിന്നെ അമ്മ ഒരു സന്തോഷ വാർത്ത ഉണ്ട് കേട്ടോ. അതിപ്പോൾ എങ്ങനെ അറിയിച്ചാന്ന് കരുതിയിട്ട് നിൽക്കേനി ഞാൻ. നമ്മളെ സ്ഥലം പോയി നോക്കിക്കണം. ഇവിടെ ഒരു 4 പേരെ അപ്പുറത്ത് തന്നെ നല്ല സ്ഥലമാണ്. അപ്പൊ ഷെരീഫക്ക് അതെങ്ങനെയെങ്കിലും എടുക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിനെന്തോ കുറച്ച് പൈസ ടോക്കൺ കൊടുക്കാൻ കിട്ടിയിരിക്കണം. അതും കൊണ്ടാണ് ഇപ്പൊ വരണെന്ന് പറയുന്നത്. അൽഹംദുലില്ലാ തന്നെ. ഞാനിപ്പോ അതൊന്ന് കൊണ്ടുപോയി കാട്ടിത്തരാനും വിളിച്ചാനും എന്താ ഒരു മാർഗം എന്നൊക്കെ പറഞ്ഞ് ഫോൺ വിളിച്ചേനി. ഇപ്പൊ ഷെരീഫക്ക് ഞാനും കുറച്ച് നേരത്തെ എന്തായാലും സന്തോഷായിമ്മ. ഇനി നമുക്ക് ഒരുമിച്ച് അങ്ങനെ നിക്കാം. മോൾട്ടിൻ്റെ അടുത്ത് ഏതായാലും ഓളെ അമ്മല്ലേ. പിന്നെ ഇപ്പൊ ലീവിന് കുഞ്ഞുട്ടിയും വരൂലേ, ഓലങ്ങനെ അവിടെ നിന്നോട്ടെ. നമ്മക്ക് ഇൻഷാ അല്ലാഹ് സ്ഥലത്ത് ഒരു പുതിയ വീടൊക്കെ വെച്ച് നമുക്ക് നല്ലപോലെ നിക്കാമ്മ. കുട്ടിക്ക് ഒരു പേരും കൂടി ആയാൽ മതി. ഇനി എളുപ്പം എന്നാല്. എന്നാ പിന്നെ പെരപ്പണി ഈ വാടക കൊടുക്കണ്ടല്ലോ. എന്നാ ഞമ്മക്ക് അങ്ങനെ മാറേക്ക്. ഞാനിനി മരിച്ചോളം ഉമ്മാൻ്റെ കുട്ടീൻ്റെ ഒപ്പം തന്നെ ഉള്ളൂ. വേറൊരു മനുഷ്യൻ്റെ അടുത്തേക്ക് ഞാൻ പോകൂല. കുട്ടികൾക്ക് ഞാനൊരു ഉപ്പുകല്ലും കൂടി ഞാൻ പോന്നപ്പോൾ ഞാൻ കൊടുത്തിട്ടില്ല, ഇറക്കി വിട്ടപ്പോൾ. കുട്ടികൾക്കും തന്നെ ഇങ്ങനത്തെ ഒരു ജീവിതമൊക്കെ ശീലാകട്ടമ്മ. ഓൽക്കും തന്നെ ഓൻ്റെ ജീവിതത്തിൽ എപ്പോഴും സൗകര്യങ്ങളും സുഖം കൂടിപ്പോയാൽ ഓൽക്ക് ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് അറിയാതെ വളർന്നാൽ
ഓലെ ജീവിതം പെട്ടെന്ന് അങ്ങനത്തെ സാഹചര്യത്തിൽ എത്തുമ്പോൾ ഓൾക്ക് എന്താ പതറിപ്പോയി എന്താ കാട്ടുക എന്നറിയാതെ അപ്പോഴല്ലേ ഈ ജീവിതത്തിലൊക്കെ ഈ മരണമൊക്കെ ഓർത്തുങ്ങാണ്ട് ആത്മഹത്യയൊക്കെ ചെയ്യണ ഓരോരുത്തര്. ആദ്യം തന്നെ കുറച്ചൊക്കെ അത് അനുഭവിച്ചു വന്ന വലിയ കുഴപ്പമില്ലല്ലേ അമ്മ. ഇത്രയും നല്ലൊരു മനസ്സിലൊരു കുട്ടീനെയാണല്ലേ ഞാൻ പഠിച്ചവനെ ഇങ്ങനെയൊക്കെ കാട്ടിയത് ആലോചിച്ചുമ്പോഴാണ് കഥയാണ്. ഞാൻ എന്നാ ഷെരീഫിക്കാനെ വിളിച്ച് പറയട്ടെ ഈ വിവരം. ഷെരീഫിക്കാക്ക് നല്ല സന്തോഷമാവും, ഇപ്പം ഇരട്ടി സന്തോഷമാവും. ഇനിയിപ്പോൾ സ്ഥലം എടുക്കാൻ പോണേന് മുന്നേ അമ്മക്ക് അതൊന്ന് കാണിച്ചു തരാലോ എന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് എന്തായാലും ഞാനൊന്ന് വിളിച്ച് പറയട്ടെ കേട്ടോ. അമ്മ കടക്കി റെസ്റ്റ് എടുക്കി. ഞാനപ്പോൾ തന്നെ ഒരു ചുക്കാപ്പിയൊക്കെ കൊണ്ടുവരാം അമ്മക്ക്. എന്നിട്ട് കുറവില്ലെങ്കിൽ നമുക്ക് രാവിലെ ആശുപത്രിക്ക് പോവാം. ഇപ്പൊ ചൊന്നും വേണ്ട, ഞാൻ കുറച്ചേരം ഒന്ന് കിടക്കട്ടെ. നമ്മട്ടി വേഗം വിളിച്ച് പറ ഞാൻ വന്നിക്കണമെന്ന്. ഓന് സന്തോഷാവും.